കുറെ നാളായില്ലേ ഗാർഡനൊക്കെ കാണിച്ചു തന്നിട്ട്. അപ്പൊ അതെ, നമുക്കിന്ന് ബ്രൊക്കോളിയിൽ നിന്ന് തന്നെ തുടങ്ങാൻ കേട്ടോ. ഇത് നമ്മൾ കാക്കനാട് ഹോർട്ടികോപ്പിൽ നിന്ന് തൈ മേടിച്ചോണ്ട് വന്ന് വെച്ച ബ്രൊക്കോളിയാണ്. അപ്പം അതിനകത്ത് ഇതേ ആദ്യത്തെ ബ്രൊക്കോളി വന്നിട്ടുണ്ട്. ഇതിപ്പം ചെറിയ സൈസാണ് കേട്ടോ. അപ്പൊ വലുതാകുമ്പോൾ നമുക്ക് നോക്കാം എന്താകുമെന്ന്. ഇനി അടുത്ത് നമ്മുടെ കയ്യിലുള്ളത് എന്താണെന്നറിയാം, കോളിഫ്ലവർ നമ്മൾ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ട്. അതിപ്പോൾ കുറേ കോളിഫ്ലവറൊക്കെ നമുക്ക് കിട്ടിയിട്ട് നമ്മൾ ഓൾറെഡി അത് കുറേ കഴിച്ചു കഴിഞ്ഞ്. അപ്പോൾ ഇത് വീഡിയോ എടുക്കാനുള്ള ഗ്യാപ്പ് കിട്ടാത്ത കാരണം വീഡിയോയ്ക്ക് വേണ്ടി നിർത്തിയൊരു കോളിഫ്ലവർ ഇപ്പം വലുതായി കേട്ടോ. അന്നൊരു 2-3 ചെടികളൊക്കെ ഞാൻ മുന്നിലത്തെ വീഡിയോയിലൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് നമുക്ക് കോളിഫ്ലവറൊക്കെ ഉണ്ടായി കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കിട്ടിയ കോളിഫ്ലവറാണ് ഇത്. ഇത് വീഡിയോ കഴിഞ്ഞിട്ട് മുറിച്ചെടുക്കും കേട്ടോ. ഇത് മല്ലി എന്നാണ് പറയണേ, എന്ത് മല്ലിയാന്ന് എനിക്കറിയില്ല. ഒരു സൈസ് മല്ലി എന്നാണ് പറഞ്ഞത് കേട്ടോ. ഇത് ഞാൻ ആദ്യമായിട്ട് കാണുവാണ്. പിന്നെ മിക്കവാറും ഒക്കെ നമ്മൾ വീഡിയോ എടുക്കാൻ കയറുന്നത് രാവിലെ ആയതുകൊണ്ട് ഇതുപോലെ കിളിയുടെ ഒച്ച ഒക്കെ ബാക്ക്ഗ്രൗണ്ടിലുണ്ടാവും. അമരപ്പയർ, നമ്മുടെ എന്തുവാ പറയണേ ഇതിനെ, ചീനമരയ്ക്ക, അമരയ്ക്ക എന്ന് പറയത്തില്ലേ, തിരുവനന്തപുരത്തൊക്കെ അമരയ്ക്ക എന്ന് പറയണേ. അപ്പം അമരപ്പയർ, അപ്പം അതും നമ്മളിതുപോലെ അവിടെ നിന്ന് തന്നെ തൈ മേടിച്ചുകൊണ്ട് വന്നതായിരുന്നു. അപ്പം അതും മുളച്ചു വന്നിട്ടുണ്ട്. പുതിന, ഇഷ്ടംമാതിരി പുതിന ആയിട്ടുണ്ട്. ഞാൻ ഇത് 2-3 ഒടിച്ചെടുത്ത് അവിടെ കൊണ്ട് കാക്കനാട് വെച്ചെങ്കിലും പിടിച്ചില്ല. അപ്പം ഇത്തവണ ഒരെണ്ണം കൂടെ കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് പിടിക്കുമെന്ന് നോക്കാം. അടുത്തത് നമ്മുടെ തക്കാളി, പച്ച തക്കാളി ഇഷ്ടംമാതിരി പിടിച്ച് നിൽപ്പുണ്ട് കേട്ടോ. ഇത് അറിഞ്ഞപ്പോഴാണ് നമ്മളും അവിടെ ഒരു തക്കാളിയുടെ തൈ മേടിച്ച് വെച്ച് അതിനകത്ത് ഇപ്പോൾ തക്കാളിയൊക്കെ വന്ന്. പക്ഷെ അത് വീഡിയോ എടുത്തില്ല കേട്ടോ. അത് ഇത്രയും ഒത്തിരി ഇല്ലാത്ത കാരണം ഞാൻ പിന്നെ അവിടെ 2-3 ചെടി മാത്രമല്ലേ ഉള്ളൂ അവിടെ. അത് കാരണം അത് വീഡിയോ എടുക്കാൻ നിന്നില്ല. അത് തോന്നിയാൽ പിന്നെ എപ്പോഴേലും എടുത്ത് കാണിക്കാം. ഇപ്പോൾ വീട്ടിലാണ് കേട്ടോ. ഇത് എന്താണെന്ന് മനസ്സിലായോ, ഇത് പാലക്കിൻ്റെ ചീരയില്ലേ, പാലച്ചീരയാണ് കേട്ടോ ഈ നിൽക്കുന്നത്. അതും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കറി വെക്കാനൊക്കെ കിട്ടും. ഇത് നമ്മൾ മാർക്കറ്റ് കിലോ കണക്കിന് നല്ല റേറ്റ് കൊടുത്ത് വാങ്ങണം. നമ്മുടെ ഗോൾഡൻ ബെറിയാണ് കേട്ടോ. ഇതാ ഇഷ്ടംമാതിരി പിടിച്ച് വെക്കുന്നുണ്ട്. പക്ഷെ പഴുത്തതൊന്നും ഇപ്പം ചെടിയിലില്ല. അത് കാരണം കൃഷിയും അടുത്ത് വെപ്പുണ്ട്. പറിച്ച് കൊടുക്കാനായിട്ടൊന്നുമില്ല. ഇഷ്ടംമാതിരി കായ്ച്ച് വെപ്പുണ്ട് ഗോൾഡൻ ബെറി. നമുക്ക് ഗോൾഡൻ ബെറി പുറത്ത് പോയി മേടിക്കേണ്ട ആവശ്യമില്ല, വീട്ടിൽ തന്നെ ഉണ്ട്. ഇത് പിന്നെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. ഇതിങ്ങനെ കാണുന്ന തന്നെ നല്ല ഭംഗിയില്ല, നല്ല വയലറ്റ് ഉണ്ടമുളക്. കാണുമ്പോൾ തന്നെ ഭംഗി കാരണം കഴിക്കാൻ തോന്നാത്തൊരു സാധനം കേട്ടോ. നല്ല ഭംഗിയുണ്ട്. എനിക്കിതിങ്ങനെ നിൽക്കുന്ന കാണാനാണ് ഇഷ്ടം. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരാൾ കൂടെ ഉണ്ട്. അവിടെ അത് ഋഷിയാണ് കേട്ടോ. ഋഷി ഞങ്ങളുടെ കൂടെ വീഡിയോ എടുക്കാൻ കയറിയതാ. പച്ചമുളക് അറിയാലോ. പച്ചമുളകൊക്കെ നമ്മൾ മുന്നേയും വീഡിയോയിൽ കാണിച്ചിട്ടുള്ള തന്നെയാണ് ഇതൊക്കെ. പക്ഷേ പുതുതായിട്ട് ബ്രൊക്കോളി, കോളിഫ്ലവറും ഒക്കെ പൂത്ത് കായ്ച്ചൊക്കെ നിൽപ്പുണ്ടല്ലോ. അതാണ് ഇത്തവണത്തെ വീഡിയോയുടെ ഹൈലൈറ്റ് കേട്ടോ. അതിന് വേണ്ടിയാണ് നമ്മൾ ഇത്രയും വീഡിയോ എടുത്തത്. ഇത് പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് മറ്റേ ബീൻസ് അതാട്ടോ. അപ്പം അതിൻ്റെ പൂവാണിത്. നല്ല ഭംഗിയില്ലേ ഇതിൻ്റെ പൂവൊക്കെ കാണാൻ. അതുപോലെ ഇതും നമുക്ക് ഇടയ്ക്ക് കുറച്ച് തോരൻ വെക്കാനൊക്കെ കിട്ടി കേട്ടോ. ആ പാകത്തിന് നമ്മുടെ വീട്ടാവശ്യത്തിൻ്റെ പാകത്തിനുള്ളതൊക്കെ കിട്ടും, അതിനുള്ളതുണ്ട്. നേരത്തെ വഴുതനങ്ങയൊക്കെ കാണിച്ചു. ഇത്തവണ വഴുതനങ്ങ വീഡിയോ എടുക്കാമെന്ന് കയറിയപ്പോഴത്തേക്കും വഴുതന ഇല്ല. കോവലിൻ്റെ സീസൺ ആയത് കാരണം ബാക്ക്ഗ്രൗണ്ടിൽ ഞാനും ഋഷിയും കൂടെയാണ് കേട്ടോ നടക്കണേ. ചേട്ടനാ വീഡിയോ എടുത്തോണ്ടിരിക്കണേ. ഞാൻ ഋഷിയുടെ പുറകെ നടക്കുമായിരുന്നു. അപ്പോൾ കോവലിൻ്റെ സീസൺ ആയത് കാരണം കോവയ്ക്ക പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ മെഴുക്കുവരട്ടിയൊക്കെ വെക്കാറുണ്ട് കോവയ്ക്ക. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് പീച്ചിലാണ് കേട്ടോ. ഇതിപ്പോൾ ചെറിയ പീച്ചിലാണ്. വലിയ പീച്ചിൽ വീഡിയോ എടുക്കാൻ നേരത്തെ വലിയ പീച്ചിലൊന്നും ഇല്ലായിരുന്നു. ഈ ഒരു ചെറിയ പീച്ചിലും ഇതിലും ചെറിയ പീച്ചിൽ. പിന്നെ അതിൻ്റെ ബാക്കിൽ ചെറുതായിട്ടേക്കുന്ന കോവലാണ് കേട്ടോ. അപ്പോൾ കോവലും പീച്ചിലും ഒക്കെ ഒരേ വണ്ടിയിൽ തന്നെയാണ് പടർത്തി പന്തൽ കെട്ടിയേക്കുന്നു. അപ്പം പീച്ചിലെ പൊട്ടറ്റോ വെച്ച് ചെയ്യാൻ കറി സൂപ്പറാണ് കേട്ടോ. അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി പീച്ചിൽ പൊട്ടറ്റോ റെസിപ്പി ഇട്ടിട്ടുണ്ട്. ഇതിന് വെള്ളക്കാന്താരി, ഒത്തിരി കാന്താരി പിടിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ബാങ്കോക്ക് പോയപ്പോൾ കാന്താരിയുടെ മരം എന്തൊരു ഹൈറ്റായിരുന്നു. എൻ്റെ തലയുടെ അത്ര ഉണ്ടായിരുന്നു. അത്രയും ഹൈറ്റിലാണ് അവിടെ മുളകൊക്കെ കാഴ്ച വയ്ക്കുന്നത്. അതിനകത്ത് ഇഷ്ടംമാതിരി കാന്താരി മുളകും പിടിച്ചിട്ടുണ്ടായിരുന്നു.
ഇത് വെറൈറ്റി ആയിരുന്നു. ഇത്രയും പൊക്കത്തിന് ഞാൻ കാന്താരി കാണുന്ന ആദ്യമായിട്ടാണ്. ഇനി പിന്നെ കുറച്ച് പൂക്കളുടെ സെക്ഷനിലേക്ക് പോവാം. ദേ വെള്ള റോസ് മുന്നേ കാണിച്ചിട്ടുള്ളതാണ് വെള്ള റോസൊക്കെ. അപ്പോൾ വീണ്ടും വീണ്ടും എടുത്ത് കാണിക്കുന്നതേ ഉള്ളൂ. ഓരോ വട്ടവും വ്യത്യാസമുണ്ടല്ലോ. അത് കഴിഞ്ഞ് ദേ മാങ്ങാച്ചെടി അറിയത്തില്ലേ? റോഡിലൊക്കെ ഇഷ്ടംമാതിരിക്കും മാങ്ങാച്ചെടി. ഈ കളറ് മാത്രം, മഞ്ഞയല്ല കേട്ടോ, ഓറഞ്ച് ആവില്ല. പിന്നെ ഈ വീഡിയോയുടെ ബാക്കിൽ ഇതുപോലെ കിളിയുടെയൊക്കെ ഒച്ച കേൾക്കാൻ നല്ല രസമല്ലേ? നമ്മൾ രാവിലെ വീഡിയോ എടുക്കാൻ മിക്കവാറൊക്കെ ഇതുപോലെ വീഡിയോ എടുക്കാൻ വരുമ്പോഴത്തേക്കും നല്ല കിളിയുടെ ഒച്ചയും നല്ല ബാക്ക്ഗ്രൗണ്ടിൽ നല്ല രസമുണ്ട് കേട്ടോ. അപ്പം നമ്മൾ വീഡിയോ പിന്നെയും ഇട്ട് കേൾക്കുമ്പോഴത്തേക്കും ഈ ഒച്ച കേൾക്കാൻ തന്നെ നല്ലൊരു രസമായിരിക്കും. അപ്പോൾ അത് കാരണം ഞാൻ പിന്നെ അത് കട്ട് ചെയ്ത് കളയാനൊന്നും നിൽക്കത്തില്ല. ഒരു നാച്ചുറൽ ഫീല് അവിടെ നിന്ന് തന്നെ കിട്ടില്ല നമുക്ക്. തലേദിവസം നൈറ്റ് നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ആയപ്പോഴത്തേക്കും ജമന്തിയൊക്കെ കണ്ടില്ലേ? നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യണില്ലേ ഇതിനൊക്കെ? നല്ല രാവിലെ നല്ല ഭംഗിയിൽ എല്ലാം ഇങ്ങനെ വിടർന്ന് സുന്ദരികളായിട്ട് നിൽക്കുവാണ് എല്ലാ ചെടികളും. ഇടയ്ക്ക് ആ തക്കാളിയുടെ കഥ പറഞ്ഞുകൊണ്ടിരുന്നിട്ടേ ഒരു മെയിൻ സംഭവം വിട്ടുപോയി. ഇത് കണ്ടോ, ഈ തക്കാളിയുടെ ഇടയ്ക്കിരിക്കുന്ന ഇല, അത് നമ്മുടെ സ്ട്രോബെറിയാണ് കേട്ടോ. അപ്പം ആ കൂട്ടത്തിൽ പറയാനായിട്ട് ഞാൻ വിട്ടുപോയി, സ്ട്രോബെറി കാണിച്ചു തരാൻ വിട്ടുപോയി. തക്കാളിയിലായിപ്പോയി ഫുൾ ഫോക്കസ്. അപ്പോൾ ഈ നിൽക്കുന്നത് സ്ട്രോബെറിയാണ് കേട്ടോ. സ്ട്രോബെറി കായ്ക്കോ ഇല്ലെന്ന് നമുക്ക് നോക്കാം സീസൺ ആകുമ്പോൾ. നമ്മളതേ ഇനി വേറൊരു സാധനം കാണിച്ചു തരാം. ഇത് കണ്ടോ, നമ്മുടെ ഒരു നേച്ചർ ഫ്രണ്ട്ലി അക്വേറിയം. വേറെ ഒന്നുമല്ല കേട്ടോ, ബേസിനകത്ത് വെള്ളം നിറച്ച് മണ്ണും താമരയാണ് നട്ടു വെച്ചേക്കണം. താമരയും അതിനകത്ത് നമ്മൾ കുറേ ഗപ്പി, 2-3 ഗപ്പീൻ്റെ പേര് കൊണ്ടിട്ട് ഇപ്പം അത് ഒത്തിരി ഗപ്പി കുഞ്ഞുങ്ങളും അവരുടെ വലിയ 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 കുറേ ഗപ്പികളൊക്കെ ആയിട്ട് അവരിത് ഇതിനകത്ത് 2-3 ഇതിനകത്താണ് കേട്ടോ അക്വേറിയം സെറ്റ് ചെയ്തേക്കണം. അപ്പം അത് നിറച്ചും ഇപ്പം ഗപ്പി കുഞ്ഞുങ്ങളും ഗപ്പികളൊക്കെ ആയിട്ട് അവരിത് ഇതുപോലെ ഓടിക്കളിച്ചൊക്കെ നടക്കുന്നുണ്ട്. നല്ല രസമില്ല, ഇതേ കണ്ടോ? ഇതിനകത്ത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഒത്തിരി ഗപ്പികളുണ്ട് കേട്ടോ. പല വെറൈറ്റി ഗപ്പികളുണ്ട് നമ്മുടെ കയ്യിൽ. പേരൊന്നും അറിയത്തില്ല ഓരോന്നിൻ്റെയും, പക്ഷെ എല്ലാം വെറൈറ്റി കാണാൻ അടിപൊളി പല കളറിലൊക്കെയുള്ള ഗപ്പികളാണ് കേട്ടോ.